കഴിഞ്ഞ ദിവസം മറ്റൊരു സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വീഡിയോസിൻ്റെ ചില ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചർച്ചയ്ക്ക് ഇട്ടേക്കുന്നത് കണ്ടു. സന്തോഷം. ഇനിയും ധാരാളമായിട്ടുള്ള സന്ദേശങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. ദയവായിട്ട് ഇത് കട്ട് ചെയ്തിടുക. പിന്നെ കട്ട് ചെയ്യുമ്പോൾ എന്ത് വേണേലും കട്ട് ചെയ്തിടാം, ഒരു പ്രശ്നമില്ല. കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുക്കാം, ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുക്കാം, ഐ ഡോണ്ട് കെയർ. കാരണം ഐ നോ ഹു ഐ എം. എനിക്ക് ഞാൻ ആരാന്നറിയാം, ഞാൻ എന്താ സംസാരിക്കുന്നതിന്. അതുകൊണ്ട് എല്ലാവരോടും പ്രത്യേക അപ്രിസിയേഷൻ ചെയ്യുന്നു. എന്നെ വിമർശിക്കുന്നവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേദോസം വായിക്കണം. നീ ആ വാക്യം അറിയാമോ? പിന്നെ ഇവൻ വേദോസ്തവം വായിച്ചിട്ടുണ്ടോ, അവൻ കളിക്കുടുക്കയാണോ വായിക്കുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ആ പുള്ളിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അവൻ ഏകദേശം ഒരു 35 വയസ്സുള്ളൊരു ചെറുപ്പക്കാരന്. അപ്പം പുള്ളിക്കാരന് അപ്പം ഞാൻ ആലോചിച്ചു, ഇവൻ്റെയും ഇവൻ്റെ അപ്പൻ്റെയും കൂടെ പ്രായം എത്ര കൂട്ടിയാൽ അതിൽ കൂടുതൽ പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചിട്ടുള്ള ആളാണ്. ഇതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ഇപ്പം ഞാനൊരു മാസ്റ്റർ ഡിഗ്രി എടുത്തെങ്കിൽ, എനിക്ക് മാസ്റ്റർ ഡിഗ്രി എടുത്തെന്ന് പറയുന്നതിനകത്ത് എനിക്ക് അതെൻ്റെ അഭിമാനമാണ്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ. അപ്പോൾ അത് അഹങ്കാരമല്ല കേട്ടോ. അപ്പോൾ ഈ ബൈബിൾ വായിച്ചിട്ടുണ്ടോ, ബാലരമ വായിച്ചിട്ടുണ്ടോ, കളിക്കുടുക്ക വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ വന്നിട്ട് വലിയ വിളച്ചൽ കാണിക്കുന്നതിനോട് പറയാം, നിന്റെ തന്തയുടെയും പ്രായം ഒരുമിച്ച് കൂട്ടിയാൽ അതിൽ കൂടുതൽ പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ. നിങ്ങൾ ഈ പറയുന്ന എല്ലാ വാക്യവും, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, വായിച്ചിട്ടുണ്ട് സാറേ. 1000 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടെന്നേ, 100 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ചില വാക്യങ്ങളൊക്കെ 1000 അല്ല, 2000, 5000 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ബൈബിൾ വായിക്കാൻ ഓർമ്മപ്പെടുത്തുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അപ്പം ഞാൻ ഇന്ന് ഒരു കുഞ്ഞു കാര്യം പറയാൻ പോകും. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവർ പറയുന്ന വിമർശനത്തിന് മറുപടി ചെയ്തിട്ടുണ്ട്. കാരണം എന്നെ ഈ വിമർശിക്കുന്നവരല്ല എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരാണ്. കാരണം ഞാൻ പറയാം, ജീവിതത്തിൽ വലിയ തോൽവിയിലൂടെയും പരാജയത്തിലൂടെയും വീഴ്ചകളിലൂടെയും പോയ ഒരു മനുഷ്യനാണ്. എൻ്റെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു വലിയ പടി മുകളിലോട്ട് പോലെ സോ മെനി ഡൗൺഫോൾസ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. വീഴ്ചകൾ വന്നിട്ടുണ്ട്, താഴ്ചകൾ വന്നിട്ടുണ്ട്, പരാജയം വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒത്തിരി നോവിലൂടെ ഞാൻ പോയിട്ടുള്ള മനുഷ്യൻ. അപ്പം ചില സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ക്രിട്ടിക്കൽ മൊമെന്റ്, ഭയങ്കരമായിട്ട് എല്ലാവരും വിട്ടുപോകുന്ന സമയത്ത്, ഇപ്പോഴും ആരുമില്ല കേട്ടോ, അത് വേറെ കാര്യം, എല്ലാവരും വിട്ടുപോകുന്ന, എല്ലാവരും മാറി പോകുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന കേട്ട്, പക്ഷേ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാനൊരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുത്തോളാം. പക്ഷെ ഞാനത് സോഷ്യൽ മീഡിയ എടുത്തില്ല. ഞാൻ പറഞ്ഞു എന്താ മോനെന്ന് ചോദിച്ചു. അല്ല, അച്ഛൻ്റെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ഞങ്ങളുടെ സംഘടനക്കാരെന്നെ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് വിലക്കുന്നു. ഞാൻ പറഞ്ഞാ അത്രയ്ക്കും പവർഫുൾ ആണെന്നല്ല. ഞാൻ അവനോട് ചോദിച്ചു, നീയേ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു ക്രിമിനലിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്താൽ നിന്നെ അവർ അംഗീകരിക്കും. അതെന്താ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞു. അന്നേരം പറഞ്ഞത്, ഞാൻ ആ ക്രിമിനലിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ സുവിശേഷ നിമിത്തം അവനെ നേടിയെന്ന് ഇവർ വിചാരിക്കും. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ അപ്രിസിയേഷൻ തരും. പക്ഷെ അച്ഛൻ്റെ കൂടെ നിന്നാൽ എന്നെ അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നു. പറഞ്ഞാൽ അവൻ എൻ്റെ പൊന്നുമനെ നേടണ്ട, ഈ സംഘടനയെ തന്നെ തുടരുക എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള പുള്ളിയുടെ പാവങ്ങളാണ് കേട്ടോ, കഷ്ടം. കഴിഞ്ഞ ദിവസം വേറൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ കല്യാണത്തിന് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭയങ്കര ആഗ്രഹമുണ്ട്, അച്ഛന് വന്നൊരു സന്ദേശം പറയണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ സെൻട്രൽ വാസ് പറഞ്ഞത് പോലും അദ്ദേഹം കല്യാണം നടത്തത്തില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണ് കേട്ടോ കേരളത്തിൽ. അതൊരു അഭിമാനമാണ് കേട്ടോ. കാരണം ഈ കക്ഷികൾ വേണമെങ്കിൽ ആ കല്യാണത്തിന് നമ്മുടെ VD സതീശനെയും ചെന്നിത്തലയൊക്കെ വെച്ച് പ്രസംഗിപ്പിക്കും, പക്ഷെ ജോൺ ലോറൻസിനെ അകത്ത് കയറ്റത്തില്ല. കാരണം ഇവർക്ക് പേടിയാന്നേ. ഈ പട്ടി കടിക്കാൻ വരുന്നത് ധൈര്യം കൊണ്ടല്ല, പേടിച്ചിട്ട് കടിക്കാൻ വരുന്നേ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം. കാരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചീട്ടുകൊട്ടാരം വേദപുസ്തകത്തിന്റെ വചനം സത്യം വെച്ച് പൊളിഞ്ഞു പോകും. ചില നാളുകൾക്കകത്ത് പൊളിയും, അതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് എനിക്കിതിനകത്ത് സങ്കടമൊന്നുമില്ല കേട്ടോ. ഇഷ്ടംപോലെ ഫ്രണ്ട്സ് എനിക്കുണ്ട്. നൗ ഐ ഹാവ് നോ ഫ്രണ്ട്സ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കൂട്ടുകാരില്ല, ഒറ്റ ഫ്രണ്ട്സില്ല. ആപ്പാടെ എനിക്കൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, ഏറ്റവും ക്ലോസ് ഫ്രണ്ടായിരുന്നു. അതെൻ്റെ അഡ്വക്കേറ്റ് അഭിലാഷ് ബ്രദറായിരുന്നു. വാസ് മൈ ഫ്രണ്ട്. പക്ഷേ ഹി വാസ് ഡിപ്പാർട്ടഡ് ടു ഗ്ലോറി. കർത്താവിൻ്റെ മഹിമയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. സോ ഐ ഹാവ് നോ ഫ്രണ്ട്സ്. അപ്പം ഞാൻ പറഞ്ഞത്, യാത്ര ഒറ്റയ്ക്കാവുന്നത് നല്ലത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വിമർശിക്കുന്നവരോടൊക്കെ എനിക്ക് സ്നേഹമുള്ളൂ കേട്ടോ. നിങ്ങളോടാരും വിരോധം. നിങ്ങൾ നിശ്ചയമായിട്ട് എൻ്റെ വീഡിയോ എടുക്കണം, കട്ട് ചെയ്യണം, കോണ്ടെക്സ്റ്റിൽ എടുക്കാം, ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ എടുക്കാം, വേണേൽ ഒരു വാക്കെടുത്ത് വിമർശിക്കാം. ഡു ഇറ്റ് യുവർ സെൽഫ്. ആൻഡ് നിങ്ങൾ ദയവായിട്ടത്
ഇടുകയും നിങ്ങളുടെ ഇടയിലുള്ള ആളുകളുടെ തനി സ്വഭാവം എന്താണെന്ന് ആ മീഡിയയോടെ വെളിപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ ഒരു കലക്കവെള്ളം, ഈ ചെളിവെള്ളം ഇങ്ങനെ നമ്മളൊരു കുപ്പിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് കുറേ നേരം ഇങ്ങനെ മിണ്ടാതെ ഒരു ഉപവാസ പ്രാർത്ഥന കൊണ്ടങ്ങ് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയകത്ത് കൊണ്ടുവന്ന് ഇപ്പം ഇതൊക്കെ വെച്ച് അനങ്ങരുത്, തൊടാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടല്ലോ സെഡിമെന്റ്സ്, അതിൻ്റെ എക്കൽ ഇങ്ങനെ താഴെ അടിഞ്ഞ് എന്തു പറയും, ആ കുപ്പിയുടെ ഏറ്റവും താഴെ പോയി കിടക്കും. അതിൻ്റെ മുകൾ ഭാഗം ഭയങ്കര ക്ലിയർ വാട്ടർ ആയിരിക്കും. കുറേ നാൾ നേരം കഴിയുമ്പോൾ നല്ല ഒരു കുപ്പി നോക്കി നിറഞ്ഞ് തെളിഞ്ഞു വേണം. പക്ഷെ അതിൻ്റെ ഏറ്റവും താഴെ എന്ത് ചെയ്യുന്നറിയാമോ? താഴെ ഈ എക്കലെല്ലാം കൂടി ഇങ്ങനെ അടിഞ്ഞു കിടക്കും. കുലുക്കരുത്. അനക്കി കഴിഞ്ഞാൽ തനി സ്വഭാവം വെളിപ്പെടുത്തും. അനങ്ങാതെ അവിടെ കാണാൻ വെച്ചിരുന്നാൽ ഇവൻ തെളിവെള്ളമായിട്ട് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടും. അനക്കി കഴിഞ്ഞാൽ ഇവന്റെ ചെളി നേരെ വെളിക്കറും. അപ്പം നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ തനി സ്വഭാവം വെളിപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിശ്ചയമായിട്ട് നിങ്ങളുടെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെളിയിൽ വരാൻ വേണ്ടി എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണമേ എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവരോട് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്യുന്നവരാരും എൻ്റെ ശത്രുക്കളെല്ലാവരും എൻ്റെ സഹോദരന്മാരാണ്. അവർക്ക് പറയാൻ അവകാശമുണ്ട്. നമ്മളൊരു പിന്നെ എന്നെ ദുരുപദേശകൻ എന്ന് വിളിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം പെന്തിക്കോസുകാരൻ ഒരാളെ ദുരുപദേശകൻ എന്ന് വിളിക്കുന്നത് 2 കാലേ മന്തുള്ളവൻ 1 കാലേ മന്തുള്ളവനെ മന്താന്ന് വിളിക്കുന്ന പോലെ ഉള്ളൂ. കാര്യമില്ല. അതുകൊണ്ട് എന്നെ അങ്ങനെ വിളിക്കുന്നതിനകത്ത് എനിക്ക് യാതൊരു പരിഭവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകും. അപ്പം എന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, അദ്ദേഹം അതിനകത്ത് ഒരു കാര്യമായിട്ട് കുറെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ, ഞാനത് പോയി കാണാനും ഞാൻ കണ്ടു. ജസ്റ്റ് ഇങ്ങനെ എൻ്റെ പോസ്റ്റിൽ കിടക്കുന്ന കണ്ടു, സന്തോഷം. അപ്പം ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ ഒരു സ്നേഹിതനിട്ട് തന്നിട്ട് പറഞ്ഞു, വെച്ചാൽ ഈ ഫിലിപ്പിയ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, അതിൻ്റെ 20-21 വാക്യം. അതിനകത്ത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഇങ്ങനെ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പൊ ഈ ചോദിച്ച ചോദ്യം ഇതാണ്: ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോടുകൂടെ എങ്ങനെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ഈ താഴ്ചയുള്ള ശരീരം? ഇതിന് 2 പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഇവിടെ ഒരു ഫ്രേസ് കൊടുക്കുന്ന അവർ ബോഡീസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവർ ബോഡി. ഇതിന് ഈ അവർ എന്ന് പറയുന്നത് ഒരു പ്രോനൗണാണ്. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ സർവനാമം ഇല്ലേ, പ്രോനൗൺ. ഇവിടെ ഗ്രീക്കില് കൊടുത്തിരിക്കുന്നത് ഈ പദം, ഈ അവർ എന്ന് പറയുന്നത്, നമ്മുടെ എന്ന് പറയുന്നതിന് കൊടുത്തിരിക്കുന്നത് പ്ലൂറൽ പൊസസീവ് പ്രോനൗൺ എന്ന് പറയും. ഞാനതിൻ്റെ മലയാളം നോക്കട്ടെ. പ്ലൂറൽ പൊസസീവ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഒരു പൊസസീവ് സർവനാമം, അതായത് പലതിനും കൂടെ ഒരുമിപ്പിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ പൊസസീവായിട്ടുള്ള സർവനാമം, അതായത് പ്രോണൗൺ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഞാനിവിടെ സാവധാനം പറയാം കേട്ടോ, നിങ്ങൾക്ക് ക്ഷമയുണ്ട്, ഇത് കേട്ടാൽ മതി. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രയോജനപ്പെടും. അപ്പം ഒരു പ്ലൂറൽ പൊസസീവ് പ്രൊനൗൺ അവർ വിത്ത് എ സിംഗുലർ നൗൺ. ബോഡി എന്ന് പറയുന്നതും അത് സിംഗുലറാണ്. അവർ എന്ന് പറയുന്നത് പ്രോനൗണും, നമ്മുടെ എന്ന് പറയുന്നത് സർവനാമവും, ശരീരം എന്ന് പറയുന്നത് നാമവുമാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ എന്ന് പറയുന്നത് പ്ലൂറലാണ് എന്ന് പറഞ്ഞാൽ അവർ, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, ബഹുവചനമാണ്. ശരീരം എന്ന് പറയുന്നത് ഏകവചനം. അപ്പൊ ഇതിന്റെ ബേസിക് ഗ്രാമറിന്റെ റൂൾ അനുസരിച്ച് കഴിഞ്ഞാൽ ജനറലി സാധാരണ ഈ പ്രോനൗൺസും നൗൺസും എഗ്രി ചെയ്യുന്നത് സംഖ്യയിലാണ്, എണ്ണത്തിൽ. അതായത് ശരീരം എന്ന് പറയുന്ന നൗൺ സിംഗുലർ ആണ്, പക്ഷെ അതെന്തിനെ ഫോളോ ചെയ്യുന്നത്? ശരീരം എന്ന ഏകവചനം പ്ലൂറൽ പൊസസീവ് പ്രോനൗൺ ആയിരിക്കുന്ന അവർ, നമ്മുടെ എന്ന് പറയുന്ന ആ വാക്കുമായിട്ട് ആണ് ചേർന്ന് നിൽക്കുന്നത്. സോ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇത് ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എ സിംഗിൾ കോർപ്പറേറ്റ് ബോഡി. ഓക്കെ. നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിംഗിൾ കോർപ്പറേറ്റ് ബോഡി. ഇത് ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുക.
ജസ്റ്റ് ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിട്ട് പറയാം. സാധാരണ നമ്മൾ പറഞ്ഞ കർത്താവ് യേശു ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈ മൺശരീരം എല്ലാം കൂടെ സ്വർഗീയ ശരീരമായിട്ട് മാറുമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് പഠിപ്പിച്ച് വെച്ചത്. ഇതാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. 99% ക്രിസ്ത്യാനികളും പഠിപ്പിക്കുന്നതാണ്. ബട്ട് ഹിയർ അവർ ബോഡി പ്ലൂറൽ അല്ലെങ്കിൽ പൊസസീവ് ആയിട്ടുള്ള പ്ലൂറൽ പൊസസീവ് പ്രോണൗൺ ആയ അവേഴ്സും സിംഗുലർ നൗൺ ആയിരിക്കുന്ന ബോഡിയും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്നത് ഒരു സിംഗിൾ കോർപ്പറേറ്റ് ബോഡി അല്ലെങ്കിൽ ഗ്രൂപ്പ്, ഒരു കളക്റ്റീവ് ബോഡി. അതായത് എല്ലാവരും, അതായത് ഈ ബോഡിക്കകത്തുള്ള ഏവരും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു കോർപ്പറേറ്റ് ബോഡി, എല്ലാവരും കൂടെ ചേർത്ത് പറയുകയാണ്. അവർ ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോർപ്പറേറ്റ് ബോഡി, നോട്ട് ഇൻഡിവിജ്വൽ ബോഡി. ഇതാണ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം വേദപുസ്തകത്തിൽ ഒരുപാട് സ്ഥലത്ത് പൗലോസ് പറയുന്നുണ്ട് ശരീരം വിട്ട് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാനാകുന്നത്. ഏത് ശരീരമാണത്? ഈ മൺശരീരത്തെ കുറിച്ചല്ല നമ്മളെല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ മൺശരീരം വിട്ടിട്ട് കർത്താവിന്റെ കൂടെ പോയി ചത്തിട്ട് സ്വർഗത്തിരിക്കുന്ന കാര്യമാണെന്ന് വിചാരിച്ചു. എന്നോ, ബൈബിളിൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ CBV എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, IBV ഉണ്ട്. അത് ഇൻഡിവിജ്വൽ ബോഡി വ്യൂ ഉണ്ട്, കളക്റ്റീവ് ബോഡി വ്യൂ ഉണ്ട്. ഇത് രണ്ട് വ്യൂ ഉണ്ട് ബൈബിൾ, ന്യൂ ടെസ്റ്റ്മെന്റ്. നമ്മുടെ സ്റ്റുഡൻസ് ബോഡി പ്രസിഡന്റ് എന്നൊക്കെ പറയും. ഈ സ്റ്റുഡൻസ് ബോഡി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ എല്ലാം കൂടെ ശരീരത്തിന്റെ പ്രസിഡന്റ് എന്നാണ്. അല്ല, എല്ലാ കുട്ടികളോട് ഒരുമിച്ച് കൂടുന്നതിനെ ഒരു സ്റ്റുഡൻസ് ബോഡി എന്നാ പറയുന്നില്ലേ? അതൊരു കളക്റ്റീവ് ബോഡിയാണ്. ഇറ്റ് ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് എ സിംഗുലർ ബോഡി. ഓക്കെ, സോ ഇതൊരു ആദ്യത്തെ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. താഴ്ചയുള്ള ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സത്യം എന്ന് പറയുന്നത് ഇത് കളക്റ്റീവ് ബോഡിയെ കുറിച്ച്. എന്നാൽ ചില സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ, ചില കോണ്ടെക്സ്റ്റിൽ നമുക്കിത് അതുപോലെ ഗ്രഹിക്കാനായിട്ട് പറ്റാതെ വരും. ഉദാഹരണം പറയാം. അതായത് ഗ്രീക്ക് ഗ്രാമറിന്റെ നിയമം അനുസരിച്ച് ഇത് ആരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല, മറിച്ച് ഈ സന്ദർഭത്തിനനുസരിച്ച് ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മാറ്റി പറയേണ്ടി വരും. ഉദാഹരണം പറയാം. റോമർക്കെഴുതിയ ലേഖനത്തില് അതിന്റെ 8-ാമത്തെ അധ്യായം, ജസ്റ്റ് ഐ വോണ്ട് ടു റീഡ് ദ വേഴ്സ്, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 11. അത് ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് പൗലോസ് കൊടുത്തത് വ്യത്യസ്തമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിസ്തുവിനെ, യേശുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പൊ ഇത് ചത്തിരിക്കുന്ന ആളുകളാണോ? ജീവനോടിരിക്കുന്നവരോടാ പറയുന്നത്. അപ്പൊ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്ന പറയുമ്പോൾ ഇവിടെ അവരുടെ മോർട്ടൽ ബോഡി എന്നാണ്, മോർട്ടൽ ബോഡീസ്, ശരീരങ്ങളെ എന്നൊരു പദം പറയുന്നത്. അപ്പം ഇവിടെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നത് ഇൻഡിവിജ്വൽ പേഴ്സൺസിന്റെ ബോഡീസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം ഓരോരുത്തരുടെ അകത്ത് ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. ആ ശക്തി കൊണ്ട് ദൈവം എന്ത് ചെയ്യുക, നമ്മുടെ താഴ്ചയുള്ള ശരീരങ്ങളെ, മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നു. അപ്പം ഇവിടെ ഒരു കോണ്ടെക്സ്റ്റിൽ വ്യത്യസ്തമായ നിലയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നത് മാത്രം. ഇനി ഞാൻ 1-2 ആളുകളുടെ ഗ്രീക്ക് ഗ്രാമർ, അതായത് നൈഗൽ ടേണേഴ്സ് ഗ്രീക്ക് ഗ്രാമർ പറയുന്നതാണ്. അതിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രസ്താവന, യൂസിങ് എ പ്ലൂറൽ പ്രോനൗൺ വിത്ത് എ സിംഗുലർ നൗൺ, അതായത് ബഹുവചനത്തിലെ സർവനാമം ഒരു ഏകവചന നാമവുമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇൻ ഓർഡർ ടു പുട്ട് എംഫസൈസ് ഓൺ ദ നൗൺ, അത് ആ നൗണിനെ എംഫസൈസ് ചെയ്ത് സംസാരിക്കുമ്പോൾ, ബട്ട് നോട്ട് ഡിനൈ ദ പ്ലൂറാലിറ്റി ഓഫ് ദ നൗൺ. അതായത് ഞാൻ ഇറ്റ് ഈസ് എ കോമൺ ഹെബ്രായിസം. ജസ്റ്റ് ഐ വോണ്ട് ടു റീഡ്, മലയാളത്തിൽ ഞാൻ വായിക്കും. അതായത് നാമത്തിന് ഊന്നൽ നൽകുന്നതിനും എന്നാൽ നാമത്തിന്റെ ബഹുത്വത്തെ നിഷേധിക്കാതിരിക്കുന്നതിനും വേണ്ടി ഏകവചന നാമത്തോടൊപ്പം ഒരു ബഹുവചന സർവനാമം ഉപയോഗിക്കുന്നത് ഒരു സാധാരണ എബ്രായ രീതിയാണ് എന്നൂടെ പറയാം. അതായത് ഇവിടെ നാമം എന്ന് പറഞ്ഞ ബോഡിയാണ് കേട്ടോ. ആ ബോഡിക്ക് ഊന്നൽ നൽകുന്നതിനും എന്നാൽ നാമത്തിന്റെ ബഹുത്വത്തെ, അപ്പൊ ബോഡി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ ചേരുമ്പോഴാണ് കളക്റ്റീവ് ബോഡിയാണ്, ബഹുത്വത്തെ നിഷേധിക്കാതിരിക്കേണ്ടതിനും വേണ്ടി ഏകവചന നാമത്തോടൊപ്പം ഒരു ബഹുവചന സർവനാമം ഉപയോഗിക്കുന്നത് സാധാരണ എബ്രായ ഗ്രീക്ക് ഭാഷയുടെ ഗ്രാമറിനകത്തുള്ള ഒരു സത്യം.
ഇറ്റ്സ് വെരി ക്രിട്ടിക്കൽ. ഓക്കെ, ഇത് നോർമൽ ഗ്രീക്കുമായിട്ട് വ്യത്യാസമുണ്ട്, ലാറ്റിനുമായിട്ട് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ എബ്രായ ഭാഷയുടെ, ഗ്രീക്കിലല്ല, എബ്രായ രീതിയിൽ അങ്ങനെയാണ്. അപ്പം അപ്പോസ്തലനായ പൗലോസ് ഹീബ്രു ആണ്. ഈസ് നോട്ട് എ ഗ്രീക്ക് പേഴ്സൺ, ഈസ് നോട്ട് എ ലാറ്റിൻ പേഴ്സൺ, ഈസ് എ ഗ്രീക്ക് ഫെലോ, സോറി ഹീബ്രു ഫെലോ, അദ്ദേഹം എബ്രായനാണ്. അപ്പൊ ന്യൂ ടെസ്റ്റമെന്റ് ചില സമയങ്ങളിൽ ഇതേ കാര്യങ്ങൾ അരാമായിക്ക്, ഹീബ്രു, എന്തുവാ ബൈബിൾ ഭാഗങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് സിംഗുലർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒന്നുകൂടെ പറഞ്ഞാൽ, സംതിങ് ബിലോങ്സ് ടു ഈച്ച് പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ് ഈസ് പ്ലേസ്ഡ് ഇൻ എ സിംഗുലർ. അതായത് ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടി ഉള്ളത്, എല്ലാവർക്കും വേണ്ടിയുള്ളത്. അപ്പം ഒരു ഗ്രൂപ്പിലെ ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടത് എന്തെങ്കിലും ഏകവചനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഈ ഗ്രീക്ക് പണ്ട് ഈ ഗ്രാമർ ക്ലാസ് എടുക്കുമ്പോൾ ഓടിപ്പോ ഉറങ്ങിയിരുന്നവരൊക്കെ ഇപ്പോൾ എന്നിട്ട് ഓടരുത്. കാരണം ഈ താഴ്ചയുള്ള ശരീരം എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് എഴുതി വെച്ചേക്കുമ്പോൾ നമ്മൾ ഉടനെ പോകുന്നത് എന്തോ, നമ്മുടെ ഈ ശരീരം, ദേഹം, ദുഃഖമുള്ള ശരീരം, വേദനയുള്ള ശരീരം, ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക, കർത്താവ് പെട്ടെന്ന് ഇങ്ങനെ രൂപാന്തരപ്പെടുത്തി നമ്മളങ്ങ് ദൂതന്മാരെ പോലെ പെട്ടെന്ന് ഇങ്ങനെ ബോഡി മാറും എന്നൊക്കെയാണ് പഠിച്ചു. ഇത് റോങ് ആണ്, ഇതല്ല ഈ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്ന എല്ലാം ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചിന്തിക്കുക, നിങ്ങളുടെ തലച്ചോറ് വെച്ച് ചിന്തിക്കുക ദയവായിട്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഒന്ന് ആശ്രയിക്കും. ഓക്കെ, അതായത് ഇവിടെ ബോഡി എന്ന് പറയുന്ന പ്ലൂറൽ, അല്ലെങ്കിൽ അവർ എന്ന് പറഞ്ഞ പ്ലൂറൽ, ബോഡി എന്ന് പറഞ്ഞ സിംഗുലർ. ചില സമയത്ത് അതിനെ കോപ്പറേറ്റ് ബോഡി നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് കോണ്ടെക്സ്റ്റ് വെച്ച, അതായത് ഞാനതാ പറഞ്ഞത്, ഒരു കോണ്ടെക്സ്റ്റ്. ചില സമയത്ത് അതിനെ കളക്റ്റീവ് ബോഡി വ്യൂ ആയിട്ട് പറയണം, ചില സമയത്ത് ഇൻഡിവിജ്വലി പറയേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മർത്ത ശരീരങ്ങളെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ കോണ്ടെക്സ്റ്റിൽ പൗലോസ് അപ്പോസ്തലൻ ഈ ലോവ്ലി ബോഡി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ നോക്കാം. ഇൻ ദ ഗ്രീക്ക് ഭാഷയിൽ അവിടെ കൊടുത്തിരിക്കുന്ന പദം എന്ന് പറഞ്ഞാൽ സോമ എന്ന് പറഞ്ഞ ബോഡി, ടെസ്, ടേപ്പിനോസിയോസ്, സോമാറ്റസ് ടേപ്പിനോസിയോസ് എന്ന് പറഞ്ഞാൽ അവർ ലോലി ബോഡി, ദ ബോഡി ഓഫ് അവർ ഹ്യൂമിലിയേഷൻ എന്നാണ്, താഴ്ചയുള്ള ശരീരം. സോമാറ്റസ് ടേപ്പിനോസിയോസ്. ലോവ്ലി എന്ന് ഗ്രീക്കിൽ, ലോവ്ലി എന്ന് പറഞ്ഞാൽ താഴ്ചയുള്ളതിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറഞ്ഞാൽ ടോപ്പിനോസിസ് എന്നാണ്. ടോപ്പിനോസിസ്, TAPINOSIS, ടേപ്പിനോസിസ്, വിച്ച് മീൻസ് ലോവർ സ്റ്റേറ്റ്, ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ശരീരം, താഴ്ചയുള്ള ശരീരം, ലോവർ ലെവലിലുള്ള ശരീരം എന്നാണ് നമുക്ക് ആ വാക്കിന്റെ ഗ്രീക്കിൽ മനസ്സിലാക്കേണ്ട സത്യം. ഇനി ഈ ലോവ്ലി ബോഡി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബോഡി ആയിട്ട് നമുക്കിവിടെ, നമ്മൾ നേരത്തെ പറഞ്ഞ കളക്റ്റീവ് ബോഡി ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. സെക്കൻഡ് വൺ ഇൻഡിവിജ്വൽ ബോഡി ആയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പം രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ദ കോണ്ടെക്സ്റ്റ് ഞാൻ നേരത്തെ ഇസ് ബേസ്ഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. സോ ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ലെങ്കിൽ നോട്ട് എ കോർപ്പറേറ്റ് ബോഡി ആയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് എടുക്കാമെങ്കിൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിന്റെ അർത്ഥം എന്നൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോകണം. അതായത് ഏത് ഒരു കോർപ്പറേറ്റ് ബോഡി ആയിട്ട് കാണുന്നതിന് ഒരു ഇൻഡിവിജ്വൽ ബോഡിയായി, ഒരു താഴ്ചയുള്ള ശരീരമായിട്ട് ഇതിനെ എങ്ങനെ വിളിക്കാൻ പറ്റുമെന്നാണ്. ഈ മോശയുടെ ശരീരത്തെ നമുക്ക് താഴ്ചയുള്ള ശരീരം എന്ന് പറയാൻ പറ്റും. കാരണം ഓൾഡ് കവനന്റ് ബോഡിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താഴ്ചയുള്ള, മരണത്തിന്റെയും പാപത്തിനും അധീനമായ ശരീരം, ആ ശരീരത്തെ നമുക്ക് താഴ്ചയുള്ള ശരീരം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്, റിയാലിറ്റി കേട്ടോ, എസ് കോർപ്പറേറ്റ് ബോഡി. പക്ഷെ പൗലോസ് യഹൂദന്മാരോട് മാത്രമല്ല ഇവിടെ ഇവിടെ പ്രോബ്ലം കിടക്കുന്നത്. ഫിലിപ്പിയിലുള്ള നമ്മുടെ എന്ന് പറഞ്ഞു, ഞങ്ങളുടെ എന്നല്ല, നമ്മുടെ എന്ന് പറയുമ്പോൾ ഈ ഫിലിപ്പിയ സഭയ്ക്കകത്ത് യഹൂദന്മാർ മാത്രമല്ല ഉള്ളത്, ജാതികളായ ആളുകളും ഉണ്ട്. അപ്പൊ ഫിലിപ്പിൻ സഭയിൽ വിജാതീയരുണ്ടായിരുന്നു, യഹൂദന്മാരുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ പൗലോസ് നമ്മുടെ എന്ന് പറയുമ്പോൾ അവൻ തന്നെയും ഫിലിപ്പിലുള്ള വിജാതീയരായി അവിടെ നിന്ന് വന്ന വിശ്വാസികളെയും കൂടെ ചേർത്താണ് സംസാരിക്കുന്നത്. വചനം വളച്ചൊടിക്കില്ല കേട്ടോ, ഇതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക. ഒന്നും വളച്ചൊടിക്കുന്നില്ല, ഇതെന്താണ് എഴുതി വെച്ചേക്കുന്നതെന്ന് പറയുക, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇയാൾ കണ്ടില്ലയോ, ഇയാൾ എന്തോ ഈ പറയുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകണ്ട. ഇത് കൃത്യമായി എന്താണ് ഈ താഴ്ചയുള്ള ശരീരം എന്ന് മനസ്സിലാക്കണ്ടേ. രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞു. ഒന്ന്
കോർപ്പറേറ്റ് ബോഡി, രണ്ട് ഇൻഡിവിജ്വൽ ബോഡി. ബിക്കോസ് ഇൻഡിവിജ്വൽ ബോഡി എന്ന് പറയാനൊരു കാരണം നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ അത് മോശയുടെ ശരീരത്തെക്കുറിച്ച് മാത്രമല്ല. കാരണം പൗലോസ് പലപ്പോഴും ഞങ്ങൾ, നിങ്ങൾ എന്ന് പറയുന്ന ചില പ്രയോഗങ്ങൾ തൻ്റെ ലേഖനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അത് ഞങ്ങൾ എന്ന് പറയുമ്പോൾ യഹൂദന്മാരെ കുറിച്ചും, നിങ്ങൾ എന്ന് പറയുമ്പോൾ ജാതികളെ കുറിച്ച് സംസാരിക്കും. സ്വജനം എന്ന് പറയുമ്പോൾ ഈ യഹൂദനും, മറ്റു ആളുകളെ പറയുമ്പോൾ നിങ്ങൾ, ഞങ്ങളോ, നിങ്ങളോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് പ്രയോഗങ്ങൾ, ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അത്ര നിങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, മാത്രമല്ല ഈ ലോവ്ലി എന്ന് പറഞ്ഞാൽ ടേപ്പിനോസി എന്ന് പറയുന്ന ഈ ലോവ്ലി എന്ന് പറയുന്ന ന്യൂ ടെസ്റ്റമെന്റിൽ ഏകദേശം 4 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വാണ്ട് ടു റീഡ് ദാറ്റ് വേഴ്സസ്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വായിക്കാം. ഇതൊരു സ്റ്റഡി വീഡിയോ ആയതുകൊണ്ട് യു ടേക്ക് ടൈം, അതർവൈസ് യു ജസ്റ്റ് കീപ്, നോ പ്രോബ്ലം. ഇതില് ഒന്നാമത്തത് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 48-ാം വാക്യം. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 48. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയ എലിസബത്തിന്റെ അടുക്കിലേക്ക് പോകുന്ന സന്ദർഭമാണ് നമുക്കറിയാം. എന്റെ ആത്മാവന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു, അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. താഴ്ച. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇത് മറിയ പറയുക കേട്ടോ, മറിയയുടെ വാക്ക്. തന്റെ ദാസിയുടെ താഴ്ച. ഈ താഴ്ച എന്നതിന് കൊടുത്തിരിക്കുന്ന പദം ഞാൻ നേരത്തെ പറഞ്ഞ താഴ്ചയുള്ള ശരീരം എന്ന് പറഞ്ഞില്ലേ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹംബിൾ എസ്റ്റേറ്റ് ഓഫ് ഹിസ് സെർവന്റ്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 8:33, ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 33. ഹല്ലേലൂയ. 8 വേഴ്സ് 33. അവിടെ കൊടുത്തിരിക്കുന്ന പദം, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്ന മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാണ്ട് അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാം, അവന്റെ താഴ്ചയിൽ. ഇൻ ഹിസ് ഹ്യൂമിലിയേഷൻ ജസ്റ്റിസ് വാസ് ഡിനൈഡ് ഹിം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താ? ടേപ്പിനോസി, താഴ്ച. അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, the rich in his humiliation, because like a flower of the grass he will pass away. ധനവാൻ അവന്റെ താഴ്ചയിൽ പുല്ലുണങ്ങുന്നത് പോലെ. I just want to read that verse. 1:10. യാക്കോബ് 1:10 കൊടുത്തിരിക്കുന്ന വാക്യം എങ്ങനെയാണ്? ധനവാനോ പുല്ല് പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. എവിടെ എളിമ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ടേപ്പിനോസി. ഓക്കെ, അടുത്ത കൊടുത്തിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 2:8 എന്താ? അവൻ കർത്താവായ യേശു ക്രിസ്തു, ഹി ബീങ് ഫൗണ്ട് ഇൻ ഹ്യൂമൻ ഫോം, അവൻ മനുഷ്യവേഷത്തിലായി തന്നെത്താൻ താഴ്ത്തി. ഹി ഹംബിൾഡ് ഹിംസെൽഫ് ബൈ ബിക്കമിങ് ഒബീഡിയന്റ് ടു ദ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം നിസ്സരണമുള്ളവൻ. അപ്പം കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി എന്നതിന് കൊടുത്തിരിക്കുന്ന പദം എന്താണ്? ടേപ്പിനോസിസ് ആണ്. അപ്പൊ താഴ്ചയുള്ള ശരീരം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ആ മനുഷ്യരുടെ ഹംബിൾ ആൻഡ് ഹ്യൂമിലിയേറ്റഡ് സ്റ്റേറ്റ്. ഹൗ ദേ വർ ഹ്യൂമിലിയേറ്റഡ്? ബിക്കോസ് ഓഫ് ദ ലോ, ബിക്കോസ് ഓഫ് സിൻ ആൻഡ് ഡെത്ത്. മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്താൽ ആ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ ആരായി മാറി? ദേ വർ ഹ്യൂമിലിയേറ്റഡ്, ദേ വർ ഹംബിൾ. മനുഷ്യവേഷത്തിൽ തന്നെത്താൻ താഴ്ത്തി, താഴ്ചയിൽ. എങ്ങനെയുള്ള പദങ്ങളാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ. അപ്പൊ താഴ്ചയുള്ള ശരീരം എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഹ്യൂമിലിയേറ്റഡ് ബോഡി അണ്ടർ ദ ലോ, അണ്ടർ സിൻ ആൻഡ് ഡെത്ത്. മരണത്തിന് അതീതമായ ശരീരം, പാപത്തിന് അതീതമായ ശരീരം. ഇത് 2 രീതി പറയാം. ഒന്ന് കോർപ്പറേറ്റ് ബോഡി, 2 ഇൻഡിവിജ്വൽ ബോഡി. ഇത് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് ഓഫ് ദി ക്രിസ്ത്യൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം കോർപ്പറേറ്റ് ബോഡി ആണെങ്കിലും അതിൽ എല്ലാവർക്കും അവകാശമുണ്ട്, എല്ലാവരും അവകാശപ്പെടുന്നത്. അപ്പം കോർപ്പറേറ്റ് ആയിട്ട് മാത്രമല്ല ലഭിക്കുന്നത്, ഇൻഡിവിജ്വലി അതിനകത്തൊരു പങ്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വരിക. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം. ഇത്രയേ ഉള്ളൂ. ബോഡി കോർപ്പറേറ്റ് ബോഡി, ബട്ട് ഇൻഡിവിജ്വൽ പേഴ്സൺസ് കൊണ്ട് നിറഞ്ഞതാണ് ആ ബോഡി. ഇപ്പോൾ ഇതിനകത്ത് ലഭ്യമാകാൻ പോകുന്ന ദൈവികമായ അനുഗ്രഹങ്ങൾ ഇൻഡിവിജ്വൽ പേഴ്സൺസിനെ ബാധകമാണ്. ഞാൻ പറഞ്ഞത് എത്ര നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിയത്തില്ല, എൻ്റെ പരിമിതിയാണ്, എങ്കിലും ഞാൻ മാക്സിമം അത് പറഞ്ഞുതരും. ഓക്കെ.
അപ്പം ഇവിടെ മനസ്സിലാക്കണം, നോക്കി, ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 21 അവൻ തന്റെ സകലവും നിനക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയോടെ നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പൊ ഈ വാക്ക് വളരെ തെറ്റായിട്ട് തിരിച്ചിരിക്കുക. ഇത് രൂപാന്തരപ്പെടുത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴ്ചയുള്ള മൺശരീരം എന്തായി മാറും? വിൺശരീരമായി മാറുമെന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. വിൽ ട്രാൻസ്ഫോം അവർ ലോവലി ബോഡി. ഇത് നിങ്ങൾ മനസ്സിൽ, കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് പഠിപ്പിച്ചു വെച്ചേക്കെന്ന് അറിയാമോ? കർത്താവ് മേഘത്തിൽ വരും, നമ്മളെല്ലാം കൂടെ രൂപാന്തരപ്പെട്ട് പറന്നുപോകും. ഇതാണ് പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ ഇതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതല്ല എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. ഹു വിൽ ട്രാൻസ്ഫോം അവർ ലോവലി ബോഡി. അതായത് ഇത് കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായപ്പോൾ സംഭവിച്ചു. ഇനി ഇവിടെ ആളുകൾ ഭയങ്കരമായിട്ട് പറയാറുണ്ട്, കർത്താവ് വരുമെന്ന് വായിച്ചിട്ടുണ്ട് ചേട്ടാ, നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗം. അവിടെ നിന്ന് എല്ലാവരും കേട്ടോണേ, കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തിരിക്കുന്നു. യേശു ക്രിസ്തു രണ്ടാമത് വരെ രക്ഷിക്കാൻ വരുവാണ്. നമ്മളിവിടെ ഭയങ്കരമായിട്ട് യേശു ക്രിസ്തു ഒരിക്കൽ വന്നപ്പോൾ രക്ഷിക്കാൻ വന്നു, ഇനിയും അവൻ ഭരിക്കാൻ വരുവാൻ പോകുന്നു. ഒരിക്കൽ യേശു മരിക്കാൻ വന്നു, ഇനി അവൻ രാജാവായി വരുന്നു. ഒരിക്കൽ അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, ഇനിയും അവന്റെ തലയിൽ തങ്കക്കിരീടം വെക്കും. ഒരിക്കൽ അവന്റെ കയ്യിൽ വടിപിടിച്ചവനെ പരിഹസിച്ചു, എന്നാൽ ഇനിയും വരുമ്പോൾ അവന്റെ കയ്യിൽ ഇങ്ങനെയല്ലേ പ്രസംഗിക്കുന്നേ? ഇങ്ങനെയല്ലേ ചേട്ടാ പ്രസംഗിക്കുന്നേ? സ്വർഗത്തിൽ നിന്ന് യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്നാണ്. അപ്പൊ ഒന്നാമത് വന്നപ്പോ രക്ഷിച്ചില്ലേ? അപ്പൊ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് കംപ്ലീഷൻ ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ, ഇത് കംപ്ലീഷൻ ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒത്തിരി വരും കേട്ടോ. അത് ശരി, അത് ആത്മാവ് മാത്രമേ ഇതുവരെ രൂപാന്തരപ്പെട്ടിട്ടുള്ളൂ. മനസ്സ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരീരം ഒരു ദിവസം രൂപാന്തരപ്പെടും, തന്റെ മഹത്വമുള്ള ശരീരത്തോടുകൂടെ നമ്മളെ ഇങ്ങനെയൊക്കെയാ പ്രസംഗിക്കുന്നത്. ഇവിടെ എന്താണെന്ന് നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്. തന്റെ മഹത്വമുള്ള ശരീരത്തിൽ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന വാക്കിന് എന്താണ് രൂപാന്തരം? എന്താണ് ട്രാൻസ്ഫോംഡ്? സാധാരണ ട്രാൻസ്ഫോംഡ് എന്ന വേർഡിന് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ഫോം എന്ന വാക്ക് മെറ്റമോർഫോസിസ് എന്ന് പറയും. മെറ്റമോർഫോസിസ്, രൂപാന്തരം. അതായത് നമ്മൾ ഈ ഒരു എന്താ പറയുന്നത്, ലാർവ, ഒരു പുഴു മെറ്റമോർഫോസിസിലൂടെ കടന്നു പോകുമ്പോൾ അത് ബട്ടർഫ്ലൈ ആയിട്ട് കൺവേർട്ടാം. സെയിം തിങ്. ഇങ്ങനെ ഒരു വാക്ക് അവിടെ. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രാൻസ്ഫോം എന്ന വാക്കിന്റെ അർത്ഥം മെറ്റാമോർഫോസിസ് എന്നല്ല. കൊടുത്തിരിക്കുന്ന പദം മെറ്റാസ്കെമാറ്റിസോ എന്ന. മെറ്റാസ്കെമാറ്റിസോ. ഈ മെറ്റാസ്കെമാറ്റിസോ എന്ന് പറയുന്ന സ്ട്രോങ്സ് പറയുന്നത് ടു ട്രാൻസ്ഫിഗർ ഓർ ഡിസ്ഗൈസ്, രൂപാന്തരപ്പെടുത്തുകയോ വേഷം മാറി നിൽക്കുകയോ ചെയ്യാൻ. ഈ രൂപാന്തരപ്പെടുത്തുക എങ്ങനെയാണെന്നറിയോ? ട്രാൻസ്ഫിഗർ എന്ന് പറഞ്ഞാൽ വേഷം മാറുക. ഈ ക്രൈസ്റ്റിന് എന്താ സംഭവിച്ചത്? മറുരൂപല്ലേ, ട്രാൻസ്ഫിഗർ ആയില്ലേ? സാധാരണ ഒരു മനുഷ്യനായിട്ട് പർവ്വതത്തിന് മുകളിൽ പോയ കർത്താവ് യേശു പെട്ടെന്ന് ആരായി മാറി? സൂര്യൻ മഹാശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ജീസസ് ക്രൈസ്റ്റിന്റെ രൂപത്തിന് മാറ്റം. അപ്പം ഇതിനെക്കുറിച്ച് ഫിലോ എന്ന് പറയുന്ന നമ്മുടെ ആദ്യ നൂറ്റാണ്ടിലുള്ള ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് കമന്ററി ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണേൽ ഇത് വായിക്കാൻ പറ്റും, ഇന്റർനെറ്റിലുണ്ട്. ഈ വെർബിന് ഉപയോഗിച്ച് ടു ചേഞ്ച് ഇൻ ടു ന്യൂ ഫോം. അങ്ങനെ എഴുതി, ഒരു പുതിയ ഫോമിലേക്ക് ചേഞ്ച് ആകുകയാണ്, പുതിയ രൂപത്തിലേക്ക് മാറുക. ഫിലോ പറഞ്ഞ വാക്കാണ്. ജോസീഫസ് ഈ മെറ്റാസ്കെമാറ്റിസോ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിന് കൊടുത്തിരിക്കുന്ന അർത്ഥം ചേഞ്ചിങ് ക്ലോത്തിങ് ഓർ ഡിസ്ഗൈസിങ് അസ് വെൽ as ട്രാൻസ്ഫോമിങ്. അതായത് മാറിയവനെ പോലെ, എന്തോ രൂപാന്തരം പറ്റിയ ആളിനെ പോലെ വേഷം മാറുക എന്നാണ്. വേഷം മാറി രൂപാന്തരപ്പെടുത്തി. അപ്പം വേഷം മാറ്റുക, നമ്മൾ പ്രച്ഛന്ന വേഷം കണ്ടിട്ടില്ലേ? മെറ്റാസ്കെമാറ്റിസോ എന്ന് പറഞ്ഞ വേഷം മാറുക. ഈ സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷത്തിൽ വരുന്നില്ലേ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം മെറ്റാസ്കെമാറ്റിസോ എന്നാണ്. സാത്താൻ വെളിച്ചദൂതന്റെ വേഷത്തിൽ ഇങ്ങനെ രൂപാന്തരപ്പെട്ട് വരുമെന്നല്ല, വേഷം മാറി വരിക. അപ്പം പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത്? പോലീസാണ്, അകത്ത് സാധാരണ മനുഷ്യന്. നമ്മൾ ഈ സിനിമയിലെ ആളുകൾ അഭിനയിക്കുമ്പം പോലീസിന്റെ വേഷം വരും. അപ്പം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ്, പക്ഷെ വേഷം മാറുമ്പോൾ അയാൾ പോലീസ്. സെയിം തിങ്ങില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ,
നമ്മൾ അകത്തൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്നായിട്ട്, അകത്തുള്ള അത് വെളിപ്പെടുന്നില്ല. അകത്ത് വേറൊന്നാണ്, പക്ഷെ പുറത്ത് വേഷം മാറി നടക്കുക. അതാണ് അതിന്റെ അർത്ഥം. യേശു ക്രിസ്തു AD 70 വന്നത് മുതൽ ക്രിസ്തുവിന്റെ സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹത്വം പുറമേ ഉള്ളതല്ല അകം. അതാണ് ഈ മെറ്റാസ്കെമാറ്റിസ് എന്ന വാക്കിന്റെ അർത്ഥം. സോ കെന്നത്ത് വീസ്റ്റ് എന്ന് പറയുന്ന, ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇതിന്റെ എല്ലാ റെഫറൻസ് ഉണ്ട് കേട്ടോ. കെന്നത്ത് വേസ്റ്റ് ഈ മെറ്റാസ്കെമാറ്റിസ് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ടു ചേഞ്ച് ഓൺസ് ഔട്ട്വേർഡ് എക്സ്പ്രഷൻ, അതായത് ഒരാളുടെ യഥാർത്ഥ ആന്തരിക സ്വഭാവത്തെ പ്രതിനിധീകരിക്കാത്തതോ അതിൽ നിന്ന് ഉത്ഭവിക്കാത്തതോ ആയ ഒരു പദപ്രയോഗം പുറത്തു നിന്ന് അനുമാനിച്ചുകൊണ്ട് ഒരാളുടെ ബാഹ്യ പ്രകടനത്തെ മാറ്റുക. അതായത് ഒരാളുടെ ആന്തരിക സ്വഭാവത്തെ ഒന്നും റെപ്രസെന്റ് ചെയ്യാതെ, എക്സ്പ്രസ് ചെയ്യാതെ, അല്ലെങ്കിൽ അകത്തുനിന്ന് ഉത്ഭവിക്കത്തതോ ആയ ഒരു കാര്യം. അതായത് ഇംഗ്ലീഷ് ടു ചേഞ്ച് ഓൺസ് ഔട്ട്വേർഡ് എക്സ്പ്രഷൻസ് ബൈ അസ്യൂമിങ് ഫ്രം ദ ഔട്ട്സൈഡ് ആൻ എക്സ്പ്രഷൻ ദാറ്റ് ഡസ് നോട്ട് പ്രൊസീഡ് ഫ്രം nor is it representative of one's true inner nature. മനസ്സിലാവുന്നോടെ ഞാൻ പറഞ്ഞു വരുന്നേ? അതായത് ഒരാളുടെ അകത്തൊരു സ്വഭാവം, അതിനെ എന്ത് ചെയ്യുന്നില്ല, പുറത്ത് കൊണ്ടുവരുന്നില്ല. അതിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നത്, മറിച്ച് എന്ത് ചെയ്യാണ്, പുറത്തു നിന്ന് അനുമാനിക്കുക. ഇയാൾ ദൈവമകനാന്ന് പറയും, ഞാൻ ദൈവത്തിന്റെ മോഹനാന്ന് പറഞ്ഞാൽ പുറത്തൊന്നും കാണാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല. വേഷം എന്താ? സാധാരണ മനുഷ്യന്റെ വേഷം, പക്ഷെ അകത്താരാ? ഒരു അനുമാനം മാത്രം, അസ്യൂം ചെയ്യുന്നത്, അനുമാനിച്ചുകൊണ്ട് ഒരാളുടെ ബാഹ്യ പ്രകടനത്തെ മാറ്റുക. അപ്പൊ എന്റെ അകത്ത് ഞാൻ ദൈവപുത്രനാണ്, ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ കർത്താവിന്റെ മകനാണ്, ഞാൻ നിത്യനായ ദൈവത്തിന്റെ ഉയർത്തെഴുന്നേറ്റ സന്തതിയാണെന്നുള്ള ബോധം അകത്ത് വന്നിട്ട് ആ അകത്ത് ആന്തരികമായ ആ അനുമാനം, അല്ലെങ്കിൽ ആ ആന്തരികമായിട്ടുള്ള സ്വഭാവത്തെ ഞാൻ ബാഹ്യപ്രകടനമായിട്ട് എന്ത് ചെയ്യാണ്, അനുമാനിക്കുക. വേഷം മാറി നടക്കുക, അല്ലെങ്കിൽ വേഷം മാറ്റുക എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ മസ്കുറേഡ് എന്നാണ് ഗ്രീക്കിൽ ആ വേർഡിന് കൊടുത്തിരിക്കുന്നത്. മസ്കുറേഡ് മീൻസ് എന്താ നിങ്ങൾക്കറിയാലോ? ഗ്രീക്കിൽ മസ്കുറേഡ് മീൻസ് എന്താ? വേഷം മാറുക, പ്രച്ഛന്ന വേഷം ധരിക്കുക. അതുപോലെ ഡാൻഖർ ആർനട്ട് ഗിൻറിച്ച് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഗ്രീക്ക് ലെക്സിക്കൻ ന്യൂ ടെസ്റ്റ്മെന്റ് മെറ്റാസ്കിമാറ്റോസ് നോട്ടിന് പറഞ്ഞിരിക്കുന്നത് ടു ഫെയിൻ ടു ബി വാട്ട് ഇറ്റ് ഈസ് നോട്ട്, ടു ചേഞ്ച് ഡിസ്കസ് ഓൺ സെൽഫ്സ്. ഞാൻ അതിന്റെ മലയാളം നോക്കാം. അതിൽ കൊടുത്തിരിക്കുന്നത് താൻ അല്ലാത്തതായി നടിക്കുക, സ്വയം വേഷം മാറുക. താൻ അല്ലാത്തതായി നടിക്കുക. അകത്ത് ഇത് മനസ്സിലാക്കി തരാൻ വലിയ പാടാ കേട്ടോ. അതുകൊണ്ടായിരിക്കും ആളുകൾ പെട്ടെന്നങ്ങ് പറഞ്ഞു പോകുന്നത്, എന്തോ ശരീരം അങ്ങ് മാറിക്കോളൂന്ന് പറഞ്ഞ് പോയാൽ മതി. പക്ഷെ യഥാർത്ഥത്തിൽ താൻ അല്ലാത്തതായി നടിക്കുക എന്നാണ് അവരുടെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരങ്ങളെ, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ നീതീകരണം പ്രാപിച്ചവരും നിത്യജീവൻ പ്രാപിച്ചവരും പുത്രത്വത്തിന്റെ പൂർണ്ണത പ്രാപിച്ചവരും ഒക്കെയാണ്. അത് മുഖാന്തരമുള്ള മുഴുവൻ അനുഗ്രഹവും നിങ്ങളുടെ അന്തരാത്മാവിലുണ്ട്. പക്ഷെ നിങ്ങൾ അകത്തുള്ളതിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേഷം മാറി ജീവിക്കുന്നു. കണ്ടാൽ, പുറത്ത് നോക്കിയാൽ അങ്ങനെ തോന്നത്തില്ല. താൻ ദൈവപുത്രനാണെന്ന ബോധം ഉണ്ടെങ്കിലും താൻ അല്ലാത്തതായി നടിക്കുക. സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്നു, പക്ഷെ അകത്താരാണ്? ദൈവത്തിന്റെ പുത്രൻ. പുറത്തു നോക്കിയാൽ മർത്യൻ, അകത്ത് നോക്കിയാൽ അമർത്യൻ. പുറത്തു നോക്കിയാൽ മനുഷ്യൻ, അകത്ത് നോക്കിയാൽ ദൈവപുത്രൻ. പുറത്തു നോക്കിയാൽ തീർന്നു പോകുന്നു, അകത്ത് നോക്കിയാൽ നിത്യജീവൻ പ്രാപിച്ചു. പുറത്തു നോക്കിയാൽ മോർട്ടൽ, അകത്ത് നോക്കിയാൽ ഇമ്മോർട്ടൽ. അപ്പൊ താൻ അല്ലാത്തതായി നടിക്കുന്നതിന്റെ പേരാണ് മെറ്റാസ്കിമാറ്റിസോ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ താഴ്ചയുള്ള ശരീരത്തിനകത്ത് ഇരുന്നുകൊണ്ട്, ഈ ബോഡി യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം ഇതേ ബോഡിയിൽ ഇരുന്നുകൊണ്ട് അകത്ത് ദൈവപുത്രന്മാരായിട്ടുള്ള ആ ബോധത്തെ വെളിപ്പെടുത്താതെ, ബാഹ്യപ്രകടനം നടത്താതെ, താൻ ആരാണെന്ന ബോധം ഉണ്ടെങ്കിൽ പോലും താൻ അല്ലാത്തതായി നടിക്കുക. ദാറ്റ് ഈസ് ദ വേർഡ് സ്കെമാറ്റിസോ. ഈ അപ്പോക്രിഫൽ വർക്കിലൊക്കെ ഇതൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ, റെഫറൻസുകൾ എൻ്റെ കയ്യിലുണ്ട്.
ഈ വേർഡ് ഏകദേശം 5 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് യു അത് 1 കൊരിന്ത്യർ ലേഖനം 4 അധ്യായത്തിന് 6 വാക്യത്തിലും ഈ പദം അതായത് വി ഹാവ് അപ്ലൈഡ് മെറ്റാസ്കിമാറ്റിസ് ഓൾ ദീസ് തിങ്സ്. ഞങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഐ ജസ്റ്റ് വാണ്ട് ടു റീഡ് ദാറ്റ് വേർഡ്സ്. ഫസ്റ്റ് കൊരിന്ത്യർ ചാപ്റ്റർ 4 വേഴ്സ് 6, 1 കൊരിന്ത്യർ 4:6 അവിടെ കൊടുത്തിരിക്കുന്ന ആ വാക്ക് മാത്രം ഞാൻ വായിക്കുന്നു, ബാക്കി റെഫറൻസ് ഞാൻ പറയാം. സഹോദരന്മാർ, ഇത് ഞാൻ നിങ്ങൾക്ക് നിമിത്തം എന്നെയും അപ്പോസ്തലനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിനപ്പുറത്ത് ഭാവിക്കാതിരിപ്പാൻ. ഇതാണ് സ്കെമാറ്റിസോ. എഴുതിയിരിക്കുന്നതിനപ്പുറത്ത് ഭാവിക്കുക. ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപിടിക്കേണ്ടതിന് ഓരോരുത്തരും അനുകൂലമായി മറ്റൊന്നും പ്രതികൂലമായി ചീർത്തു പോകാതിരിക്കേണ്ടതിന് തന്നെ. ദിസ് ഈസ് അബൌട്ട്, ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഐ ഹാവ് അപ്ലൈഡ് മെറ്റാസ്കിമാറ്റിസ് ഓൾ ദീസ് തിങ്സ് ടു മൈസെൽഫ് ആൻഡ് അപ്പോലോസ്. ഞാനും അപ്പോലോസ് എന്ത് ചെയ്യാണ്? ഉദ്ദേശിക്കുക, ഞങ്ങളെ തന്നെ, നിങ്ങൾ നിമിത്തം എന്നെ അപ്പോസ്തലനെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നതിനപ്പുറത്ത് ഭാവിക്കാതെ. യു ബെനിഫിറ്റ് ബ്രദേഴ്സ് ദാറ്റ് യു മേ ലേൺ ബൈ us not to go beyond what is written. ഇവിടെ വി അപ്ലൈഡ്, ഉദ്ദേശിച്ച് എന്നുള്ള വാക്ക, സോറി കേട്ടോ, അപ്ലൈഡ് എന്നുള്ള എഴുതുന്നതിനപ്പുറത്ത് വായിക്കുന്നു, എഴുതിയിരിക്കുന്നതിനപ്പുറത്ത് ഭാവിക്കും. ദാറ്റ്സ് നോട്ട്, ഐ എം സോ സോറി, ഐ എം ജസ്റ്റ് കമ്മിങ് ബാക്ക്. യഥാർത്ഥം അങ്ങനല്ല. ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പൊല്ലോസിനെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്, ഉദ്ദേശിച്ച്, ഞങ്ങളുടെ ദൃഷ്ടാന്തം എന്നൊക്കെ വാക്കിന് കൊടുത്തിരിക്കുന്ന പദമാണ് എന്ത്? ഈ മെറ്റാ സ്കിമാറ്റിസോ. ഇത് 2 കൊരിന്ത്യർ 11:13-15 സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷത്തിൽ വരുന്നു. അതിന് കൊടുത്തിരിക്കുന്ന വാക്ക് അങ്ങനെയാണ്. 1 കൊരിന്ത്യർ ലേഖനം 15:51-53 വാക്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കണ്ണിമിക്കുന്ന രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ചുള്ള ഭാഗത്തും നമുക്കിത് കാണാനായിട്ട് പറ്റും. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ താഴ്ചയുള്ള ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാണ് രൂപാന്തരപ്പെടുന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും നമ്മുടെ ശരീരം ഇവിടെ നിന്ന് പറന്നങ്ങ് മേളിലോട്ട് ഫാൻഡം പോലെ, സൂപ്പർമാനെ പോലെ പറന്നു പോകുന്നല്ല. മറിച്ച് കർത്താവായ യേശുവിന്റെ 2ാമത്തെ വരവിന് ശേഷം അത് AD 70 സംഭവിച്ചു കഴിഞ്ഞതിനാൽ അന്ന് മുതൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും, കർത്താവിന്റെ മക്കൾ എല്ലാവരും തന്നെ അവര് വേഷം മാറി ജീവിക്കുന്നവരാണ്. അകത്തുള്ളതല്ല അവർ പുറത്ത് കാണിക്കുന്നത്. മഫ്തിയിൽ ജീവിക്കുന്ന പറയത്തില്ലേ, പോലീസുകാരനെ പക്ഷെ സാധാരണ വേഷത്തിൽ വരിക, ദൈവപുത്രനെ പക്ഷെ മനുഷ്യനെ പോലെ ജീവിക്കുക. ദിസ് ഈസ് വാട്ട് ഹാപ്പൻ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. ഇന്നത്തെ അവസ്ഥ അതാണ്. അപ്പൊ ഇത് മാത്രം നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചു നോക്കി. ഞാൻ അകത്ത് ദൈവപുത്രനും പുറത്ത് സാധാരണ മനുഷ്യൻ, അകത്ത് ശക്തൻ പുറത്ത് ബലഹീനൻ, അകത്ത് മഹാദൈവം വസിക്കുന്നു പുറത്ത് സാധാരണക്കാരനെ പോലെ ജീവിക്കും. വേഷം മാറി ജീവിക്കുക, കണ്ടാൽ തോന്നത്തില്ല, താൻ അല്ലാത്തതായി നടിക്കുക. ദിസ് ഈസ് മെറ്റാ സ്കെമാറ്റിസം. സോ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തിൽ രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പറന്നു പോകുന്നല്ല. ഇതാണ് അതിൻ്റെ ട്രൂത്ത്. ഇത് മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും എന്നോട് ഈ വാക്യം വായിക്കാൻ പറഞ്ഞ സഹോദരന് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും എന്നോട് വാക്യങ്ങൾ വായിക്കാൻ പറയണം. ഞാൻ വായിച്ചിട്ട് അതിന്റെ സത്യം വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തുതരാം. ഈ മെസ്സേജ് നിങ്ങൾക്ക് സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളിത് മറ്റനേകർക്ക് ഇത് കൈമാറണം. കാരണം ഇത് പറന്നു പോകാൻ വേണ്ടി ചിറകും മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു പ്രയോജനമാകും. അറ്റ്ലീസ്റ്റ് ഇനിയുള്ള കാലമെങ്കിലും തങ്ങൾ ആരാന്ന ബോധം അകത്ത് വെച്ചുകൊണ്ട് സാധാരണക്കാരെ പോലെ ജീവിക്കട്ടെ. കർത്താവ് യേശുവിനെ കുറിച്ച് പറയുന്നു, അവന്റെ ശബ്ദം തെരുവിൽ കേൾക്കാനില്ലായിരുന്നു, ഒച്ച കേൾക്കാനില്ല, കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല, കണ്ടാൽ ആളല്ല എന്ന് തോന്നും, സാധാരണക്കാരന, പക്ഷെ അത് അസാധാരണമായ ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവ് യേശു ദൈവപുത്രനായിരുന്നു, പക്ഷെ കണ്ടാൽ സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു. ദാറ്റ് ഈസ് മെറ്റാസ്കമാറ്റിസം. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ് ടുഡേ. നമ്മുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ആഫ്റ്റർ AD 70 when Jesus Christ came back. May God bless you. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യൂവേഴ്സിനകത്ത് 65% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. നമ്മുടെ ശുശ്രൂഷയ്ക്ക് സപ്പോർട്ടാണ്. മറ്റുള്ളവരിലേക്ക് ഇത് എത്താനായിട്ട് പ്രയോജനപ്പെടും. ദയവ് ചെയ്ത് നിങ്ങളത് ചെയ്യണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങൾ ദൈവം പകരട്ടെ. ആമേൻ.